റാവുസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ കരുതും ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം എങ്ങനെ ഫിഷ് കിട്ടിയെന്ന് തോന്നും. അപ്പം നമുക്ക് ഈ വളർത്തു മത്സ്യ കേന്ദ്രങ്ങളുണ്ടല്ലോ, അപ്പം ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ നിന്നാണ് മീൻ മേടിച്ചിട്ടുള്ളത്. ഇത് മലേഷ്യൻ വാട എന്നറിയപ്പെടുന്ന ഒരു ഫിഷാണ്. അപ്പം ഇത് അവർ കട്ട് ചെയ്ത് പിടിച്ച് നല്ല കട്ട് ചെയ്ത് നമുക്ക് തരും. നമ്മളിവിടെ കൊണ്ടുവന്ന് കഴുകി പെട്ടെന്ന് നമുക്ക് കറി വെക്കാൻ സാധിക്കും. അപ്പം ഈ മീനിൻ്റെ വലുപ്പമൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ, നമുക്ക് കട്ട് ചെയ്ത ആ രീതിയിലാണ് ഇത് നിങ്ങൾ കണ്ടത്. അപ്പം ഇത് പിടിക്കുന്ന ആ വീഡിയോ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത, നന്നായിട്ട് നെയ്യുണ്ട്. അതാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത് നെയ്യാണ്. അത് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിന് ഓയിൽ ചേർക്കുമ്പോൾ കടുക് വറുക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നല്ല ഇതിനാകുമ്പം നമുക്ക് അമോണിയോ അല്ലെങ്കിൽ ഫോർമാലിനോ ഒന്നും കലരാത്ത നല്ല ഫ്രഷ് മീനാണ്. ഇത് കറി വെക്കുമ്പം നമുക്ക് അതിൻ്റെ പ്രത്യേക നല്ല ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് മുളക് കറി വെക്കാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. ഈ തരത്തിലുള്ള മീനുകളൊക്കെ മുളക് കറി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ആസ് യൂഷ്വൽ ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും, പെട്ടെന്ന് തന്നെ കാണുവാനും സാധിക്കും. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. കറി വെക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് ചൂടായി ഉരുളി. നമുക്കിനി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കണം. അര ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ചതച്ചാണ് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലേവർ കുറച്ച് കൂടുതൽ വേണം തോന്നുന്നവർക്ക് അതായിട്ട് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, കീറി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കറിക്ക് ആവശ്യമായ പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഒരു 4.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒരു മുളക് കറി എന്ന് പറഞ്ഞാലും ഒരല്പം മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൊഴുപ്പിന് വേണ്ടിയാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നു. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. അത്രയും മീനൊന്ന് വേവണമല്ലോ. ഒരല്പം ഗ്രേവിയും വേണം. നമുക്ക് ചീനിയൊക്കെ കഴിക്കാനായിട്ട് ഒരല്പം ഗ്രേവിയും വേണം. അപ്പം ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മസാല നമ്മൾ ചേർത്തത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുടംപുളിയാണ്, കുടംപുളി എടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മീനിൻ്റെ പീസുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. മീനിൻ്റെ പീസുകൾ എല്ലാവരും കണ്ടായിരുന്നല്ലോ ആദ്യമേ. ഇത് നമ്മളങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം എത്ര ആയാലും ഇതിൽ നിന്ന് മാംസമൊക്കെ വെളിയിൽ പോകും. ചിലരെങ്കിലും കട്ട് ചെയ്യുമ്പം ഞാൻ കട്ട് ചെയ്താൽ അങ്ങനെയൊക്കെ പോകും. ഇത് കുറച്ച് വലിയ മീനാണെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണ് പതിവ്. അപ്പം തലയൊക്കെ നമുക്കതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് തന്നെ അവർ നമുക്ക് തരും. അങ്ങനൊരു ഗുണമുണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. മീൻ ഒരാഴ്ചയോളമായി നമ്മളിപ്പം വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട്. എങ്കിലും മീൻ ഇല്ലാത്ത സീസൺ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു പ്രത്യേക രുചി തോന്നും ഏത് മീൻ കിട്ടിയാലും. ലാസ്റ്റ് ഇതിൻ്റെ നെയ്യ് നമ്മൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ആ നെയ്യും കൂടെ കിടന്ന് കറി വേവുന്ന സമയത്ത്. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്.
കുറച്ച് കറിവേപ്പില ഇങ്ങനെ തണ്ടോടുകൂടി ഇട്ട് കൊടുക്കുന്നു. മൂടി വെച്ച് കൊടുക്കുമ്പോൾ തിളച്ച് ഈ മീനിൻ്റെ മുകളിലോട്ടൊക്കെ അരപ്പൊക്കെ. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ശേഷം നമുക്ക് നോക്കാം. ഒരല്പം തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 1/4 സ്പൂണുണ്ട്, 1/4 ടീസ്പൂണുണ്ട്. നമ്മൾ ആദ്യം ഉലുവ ഇട്ടാണ് കടു പൊട്ടിച്ചതെങ്കിലും ഒരു ഉലുവാപ്പൊടിയും കൂടെ വേണം. ഇനി ഇത് വേവട്ടെ. നമ്മുടെ മീൻകറി എന്തായാലും നോക്കാം. നന്നായിട്ട് അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി നന്നായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് ആ സൈഡിലൊക്കെ കിടപ്പുണ്ട്. ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്ക് നല്ല മണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ആ കുടംപുളിയുടെയൊക്കെ കറിവേപ്പിലയുടെയും ഒക്കെ നല്ലൊരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്, നല്ല രുചിയാണ്. ഇതിൻ്റെ കൂടെ ചീനിയാണ് നല്ല സ്പെഷ്യലായിട്ടുള്ളത്. ചീനിയും അതായത് കപ്പയും, നമ്മുടെ കപ്പ വേവിച്ചതും ഈ മീൻകറിയായിട്ട് കൂട്ടി കഴിക്കാൻ പോവുകയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും വായി വെള്ളം ഊറുമെന്നറിയാം. കപ്പയുടെ കൂടെ ഈ മീൻകറി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോലെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് ഒക്കെ ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.